ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് സൗണ്ട് കാർഡുകളുടെ ഒരു കമ്പാരിസണാണ്. പിന്നെ സൗണ്ട് കാർഡിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സൗണ്ട് കാർഡിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ഓപ്ഷൻസാണ് സൗണ്ട് കാർഡിലുള്ളതെന്നാണ്. ഇത് രണ്ടെണ്ണമാണ് നമ്മുടെ കയ്യിൽ നിന്നുള്ളത്. ഒരെണ്ണം ഫോക്കസ് റൈറ്റിൻ്റെ 2i2 എന്ന് പറയുന്നത്, രണ്ടാമത്തത് ബെറിഞ്ചറിൻ്റെ യുഫോറിയ HD 202 എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഇത് രണ്ടും അത്യാവശ്യം ഒരു ബിഗിനർ ടു ഒരു സെമി പ്രൊഫഷണൽ ലെവലാണ്. നമുക്കൊരു ആവറേജ് ലെവൽ വരെയുള്ള വർക്കുകൾ നമുക്ക് നല്ല സുഖമായിട്ട് ഇതിൽ ചെയ്യാൻ പറ്റും. ഹോം സ്റ്റുഡിയോ റിക്വയർമെൻറ്റിന് അത്യാവശ്യം പറ്റുന്നതാണ്. കാര്യം നമ്മൾ 2 ചാനലൊക്കെയാണ് സാധാരണ റെക്കോർഡ് ചെയ്യാറ്. നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഇത് രണ്ടും ഏകദേശം സെയിം ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഓരോന്നിൻ്റെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഫോക്കസ് റൈറ്റിൻ്റെ സ്കാർലെറ്റ് 2i2 എന്ന് പറഞ്ഞ മോഡലാണ്. ഓൾറെഡി ഞാനൊരു 4-5 ഇയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റ് കാണിച്ചിട്ടില്ല. ഇതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ, മൈക്ക് വഴി റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഇൻപുട്ട് വേണം. നമുക്ക് ഇതിനകത്ത് XLR കണക്ഷൻ അല്ലെങ്കിൽ മോണോ ജാക്കാണ് വരുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറിലോട്ട് ഡയറക്റ്റ് പോകുന്നതല്ല. അപ്പോൾ ഇതുവഴി ഇതിനെ കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അനലോഗ് സിഗ്നൽസ് ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്ത് കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു വർക്ക്. പോരാതെ ഇതിൻ്റെ അകത്തൊരു പ്രീ ആംപ് ഉണ്ട്. അത് ആംപ്ലിഫൈ ചെയ്യും നമ്മൾ കൊടുക്കുന്ന സൗണ്ടിനെ. പിന്നെ കണ്ടൻസർ മൈക്കുകൾ യൂസ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു സൗണ്ട് കാർഡ് അത്യാവശ്യമാണ്. കാര്യം ഒരു ഫാൻറ്റം പവർ യൂസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതൊരു ഇൻപുട്ടാണ്, ഇത് മറ്റൊരു ഇൻപുട്ടാണ്. ഇതിനകത്ത് നമുക്ക് XLR കണക്ഷൻ, അതായത് ഇങ്ങനെയുള്ള മൈക്കിൻ്റെ XLR കണക്ഷൻ വരുന്നതിൻ്റെ മെയിൽ പോർഷൻ ഇവിടെ നമുക്ക് നേരിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മോണോ കേബിൾ രണ്ടും കണക്ട് ചെയ്യാൻ പറ്റും. 2 ടൈപ്പ് കേബിളിലും നമുക്ക് ഇൻപുട്ടായിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 ഇൻപുട്ടാണുള്ളത്. 2 ഇൻപുട്ടിൻ്റെ അടുത്തും 2 ഗെയിൻ നോബുകളുണ്ട്. അതായത് എത്ര ലെവലിൽ വേണം നമ്മൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ എന്ന് മനസ്സിലാക്കുന്ന രീതിയിലാണ് ഗെയിൻ നോബുകൾ ഇരിക്കുന്നത്. ഈ ഒരു മോഡലിനകത്ത് ക്ലിപ്പിംഗ് കാണിക്കുന്നത് ഈ ബട്ടണുമേ തന്നെയാണ്. ഇത് ഓൺ ചെയ്യുമ്പോൾ ഗ്രീൻ കളറായിട്ട് കത്തും റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അഥവാ ക്ലിപ്പിംഗ് ഉണ്ട്, നമ്മൾ ബിയോണ്ട് ദ ലിമിറ്റ് 0യുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൽ തന്നെ ഗ്രീൻ കളർ കാണും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒപ്റ്റിമം ഗെയിൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 2 ഇൻപുട്ടുകളാണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. ഇതിൻ്റെ 2ൻ്റെ താഴെയും ലൈൻ ഇൻ ഇൻസ്ട്രുമെൻ്റ് എന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് മൈക്ക് റെക്കോർഡ് ചെയ്യുന്നതിനും ഇൻസ്ട്രുമെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നതിനും സെപ്പറേറ്റ് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് കാണുന്നതാണ് ഫാൻറ്റം പവർ എന്ന് പറയുന്നത്. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡ് കളറാവും നമ്മൾ കണക്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുമ്പോൾ. അതാണ് 48 വോൾട്ട് ഫാൻറ്റം പവർ. ഡൈനാമിക് മൈക്കുകൾക്ക് ഫാൻറ്റം പവറിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കണ്ടൻസർ മൈക്കിലാണെങ്കിൽ ഫാൻറ്റം പവർ ഓൺ ആക്കിയാൽ നമ്മുടെ മൈക്ക് ആക്റ്റീവ് ആവുള്ളൂ. ഇതിൻ്റെ തൊട്ട് താഴെ കാണുന്ന ഡയറക്റ്റ് മോണിറ്ററിംഗ് ആണ്. ഡയറക്റ്റ് മോണിറ്ററിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിലോട്ട് പോകാതെ നമ്മൾ പറയുന്നത് അപ്പം തന്നെ ഇതിൽ കൂടെ തന്നെ നമുക്ക് ഔട്ട്പുട്ടായിട്ട് ചെവിയിലോട്ട് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ലാറ്റൻസി കുറക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ സിസ്റ്റം വളരെ സ്ലോ ആണെങ്കിൽ ഇത് സിസ്റ്റത്തിൽ പോയിട്ട് നമുക്ക് തിരിച്ച് കേൾക്കുമ്പോൾ സ്ലോ ആയിട്ടേ കേൾക്കുള്ളൂ. നമ്മൾ പറയുന്നത് ഒരിച്ചിരി വലിഞ്ഞായിരിക്കും കേൾക്കുന്നത്. അപ്പോൾ ടൈമിങ്ങിൻ്റെ ഇഷ്യൂസ് ഉണ്ടാവാം. ആ ലാറ്റൻസി ഒഴിവാക്കാനുള്ള ഒരു മോണിറ്ററാണ് ഡയറക്റ്റ് മോണിറ്റർ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്നത് ഒരു മോണിറ്റർ എന്ന് പറഞ്ഞ വോളിയമാണ്. ഈ മോണിറ്റർ വോളിയം കൺട്രോൾ ചെയ്യുന്നത് ഈ 2 ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ട്പുട്ട്സ് ആണ് വരുന്നത്. നമുക്കിപ്പോൾ ഈ പുറകിൽ കാണുന്ന പോലത്തെ സ്റ്റുഡിയോ മോണിറ്റർ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ 2 മോണിറ്ററിലോട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും നമുക്ക് 2 കണക്ഷൻസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അതും ഇതേപോലത്തെ മോണോ കേബിൾ വഴിയാണ് വരുന്നത്. വലിയ മോണോ കേബിൾ, ചെറുതല്ല, ക്വാർട്ടറല്ല, 3x4ൻ്റെ മോണോ കേബിൾ വഴിയാണ് കണക്ഷൻ പോകുന്നത്. അപ്പോൾ ഇത് 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മോണിറ്റർ വഴി അതിൻ്റെ ലെവൽസ് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ അറ്റത്ത് കാണുന്നത് ഹെഡ്ഫോണിൻ്റെ ആണ്. ഇവിടെ നമ്മൾ ഹെഡ്ഫോൺ കണക്ട് ചെയ്യുക. അതിനും ഇപ്പം നമ്മുടെ സാധാരണ ഒരു ഹെഡ്ഫോൺ ജാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു കണക്ടർ യൂസ് ചെയ്യുക. ഇതുപോലുള്ള ഒരു കണക്ടർ യൂസ് ചെയ്തിട്ടാണ് അത് കണക്ട് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഹെഡ്ഫോൺ ഇവിടെ കണക്ട് ആകും. ഹെഡ്ഫോണിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനുള്ള നോബാണ് ഈ നോബ്. ഇപ്പം ഞാൻ സ്കാർലെറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ ബെറിഞ്ചറിൻ്റെയും കാണാൻ പറ്റും. ബെറിഞ്ചറിനും ഓൾമോസ്റ്റ് സെയിം തന്നെ ഇൻപുട്ട്, 2 ഇൻപുട്ട് വന്ന് അതിൻ്റെ 2 കൺട്രോൾസ് വന്നു. 2 കൺട്രോൾസിൻ്റെ കൂടെ തന്നെ ലൈൻ ഇൻസ്ട്രുമെൻറ്റ് ഡിഫറൻസ് ഉള്ളത്. പിന്നെ ഡയറക്റ്റ് മോണിറ്ററിങ്ങിൽ ഇവിടെ ഒരു സ്വിച്ച് കാണുന്നുണ്ട്. പിന്നെ മോണിറ്ററിൻ്റെ വോളിയം കാണിക്കുന്നുണ്ട്.
ഇത് ഹെഡ്ഫോണിൻ്റെ ജാക്ക് ഇൻപുട്ട് കൊടുക്കുന്ന സ്ഥലം, അതിൻ്റെ മോണിറ്റർ. ഇതിനകത്ത് ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേതിൻ്റെ നോബിൽ തന്നെയാണ് ക്ലിപ്പിങ്ങിൻ്റെ വാല്യൂ കാണിക്കുന്നത്, റെഡും ഗ്രീനും കാണിക്കുന്നത്. ഇവിടെ സെപ്പറേറ്റ് ഒരു ചെറിയൊരു LED ചമം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 48 വോൾട്ട് ഫാൻറ്റം പവർ കാണിക്കുന്നത് പുറകിലാണ്. ഇങ്ങനൊരു നോബിലാണ് ഇതിൻ്റെ കാണിക്കുന്നത് 48 വോൾട്ട് ഫാൻറ്റം പവർ. ഇത് ഞാൻ പറഞ്ഞ പോലെ ഔട്ട്പുട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മോണിറ്ററിലോട്ട് പോകുന്ന ഔട്ട്പുട്ട്, പിന്നെ ഇത് കമ്പ്യൂട്ടറിലോട്ട് കണക്ട് ചെയ്യുന്ന USB പോയിൻ്റാണ്. അപ്പോൾ ഇത്രയും ഉള്ളൂ, രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ സാമ്പിൾ റേറ്റ് വരുന്നത് 192 kHz ആണ്. പിന്നെ ബിറ്റ് റേറ്റ് വരുന്നത് 24 ബിറ്റാണ് രണ്ടിൻ്റെയും വരുന്നത്. അതാണ് അതിൻ്റെ മാക്സിമം കേപ്പബിലിറ്റി. ഏകദേശം സെയിം ആണ്. പിന്നെ കമ്പനിയുടെ വ്യത്യാസമുണ്ട്, അതിൽ ചെറിയ രീതിയിൽ പെർഫോമൻസിൻ്റെ വ്യത്യാസം ഉണ്ടാവും. ഫോക്കസ് റൈറ്റ് സ്കാർലെറ്റ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സലി ഭയങ്കര റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ബെറിഞ്ചറും ഒട്ടും മോശമല്ല, പക്ഷേ ഇത്തിരി കൂടെ ഒരു ഹയർ സൈഡ് ക്വാളിറ്റി മെയ്ക്ക് അതിൻ്റെ അകത്തുള്ള പ്രീആമ്പിൻ്റെയൊക്കെ പുറത്ത് ഫോക്കസ് റൈറ്റിന് ചെറുതായിട്ട് കിട്ടും. അത് കോമൺ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള ഒരു അഭിപ്രായത്തിൻ്റെ ബേസിസിലാണ്. പിന്നെ ആൾക്കാരുടെ യൂസിൽ അവർ കൊടുക്കുന്ന റിവ്യൂസ് പ്രകാരം ഫോക്കസ് റൈറ്റ് ഒരു പടി മുന്നിലാണെന്നാണ് ജനറൽ റിവ്യൂസ്. പക്ഷേ പ്രൈസ് പോയിൻ്റ് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെറിഞ്ചർ ഒരു ബിഗിനറിന് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. കാര്യം ഒരു 7,000 അടുത്ത് വ്യത്യാസം ഇത് രണ്ടിൻ്റെയും പ്രൈസിലുണ്ട്. ഇപ്പോൾ ബെറിഞ്ചർ ആമസോണിലൊക്കെ ആണെങ്കിൽ ഒരു 12,500 ഈ ഒരു മോഡൽ കിട്ടുന്നത്. ഫോക്കസ് റൈറ്റ് ആണെങ്കിൽ 19,200 ആണ് ഇന്നത്തെ പ്രൈസ്. അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പലപ്പോഴും ഓഫേഴ്സ് വരാറുണ്ട്. അപ്പോൾ അതിൽ അനുസരിച്ചൊക്കെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് രണ്ടും മാക്കിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല, നേരിട്ട് കണക്ട് ചെയ്താൽ വർക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഇതിൻ്റെയും ഡ്രൈവേഴ്സ് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്താലേ വിൻഡോസിൽ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ഡ്രൈവേഴ്സ് കമ്പനിയുടെ വെബ്സൈറ്റ് ഉണ്ട്. ഇപ്പോൾ ബെറിഞ്ചറിൻ്റെ വെബ്സൈറ്റിൽ പോയാൽ ഈ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ 202 HD എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രൈവർ കിട്ടും. ഫോക്കസ് റൈറ്റിൻ്റെയും സെയിം തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റിവ്യൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സൗണ്ട് കാർഡുകൾ നോക്കി മേടിക്കുക. ഇനിയും ചീപ്പർ ഓപ്ഷൻസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആർട്ടൂറിയ, മിനി ഫ്യൂസ്, ബെറിഞ്ചർ, സ്റ്റുഡിയോ 1 ഉണ്ട്, ഒരുപാട് JBLൻ്റെ ഉണ്ട്. പിന്നെ വളരെ റേറ്റ് കുറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ട്, മൗനോ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് സൗണ്ട് കാർഡിലോട്ട് പോവുക. ബിക്കോസ് ഇതാണ് നിങ്ങളുടെ ക്വാളിറ്റി, അതായത് നിങ്ങൾ റെക്കോർഡിങ് ക്വാളിറ്റി മെയിനായിട്ട് ഡിറ്റർമിൻ ചെയ്യുന്ന സാധനം ഇതാണ്, നിങ്ങളുടെ സോഫ്റ്റ്വെയർ അല്ല. നല്ല ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ മാത്രമേ, നല്ല മൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ റെക്കോർഡ് ചെയ്തെടുക്കുന്നതിന് നല്ലൊരു ക്വാളിറ്റി കിട്ടുള്ളൂ. അപ്പോഴാണ് നിങ്ങൾ പ്രോസസ്സ് ചെയ്തൊക്കെ എടുക്കുമ്പോൾ വേറെ എക്സ്റ്റേണൽ നോയ്സ് ഒന്നും ഇല്ലാതെ നല്ല ക്ലാരിറ്റിയിൽ റെക്കോർഡിങ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ചാനലിൽ അംഗമാവാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇതിൻ്റെ കൂടെ നിൽക്കുക. ഇനിയും യൂസ്ഫുള്ളായ വീഡിയോസുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ കാണാം.